السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട അൽബയാൻ ദർസ് അംഗങ്ങളെ, അപ്പോൾ നമ്മൾ തഫ്സീറിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പഠിച്ചു, അതേപോലെ സൂറത്തു യാസീൻ നമ്മൾ പഠിച്ചു. സാധാരണ ഓതുന്ന സൂറത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയും യാസീനും ഒക്കെ. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിൽ പ്രധാനമായും 3 കഥകളാണ് പറയുന്നത്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ, ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ആയത്തുകൾ എത്തുമ്പോൾ വിശദീകരിക്കും. രണ്ടാമതായിട്ട് മൂസ നബി അലൈഹി ഇസ്ലാമും അതേപോലെ ഖദർ നബി അലൈഹി ഇസ്ലാമും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൻ്റെ കഥ. മൂന്നാമതായിട്ട് ദുൽഖർനൈൻ അലൈഹിസ്സലാം, അദ്ദേഹവും യഅ്ജൂജ് മഅ്ജൂജുമായി ബന്ധപ്പെട്ട കഥ. 3 കഥകളാകുന്നു സൂറത്തുൽ കഹ്ഫിൽ പറയുന്നത്. സൂറത്തുൽ കഹ്ഫ് മക്കിയായ ഒരു സൂറത്താണ്. വസ്ബിർ നഫ്സക മഅല്ലദീന എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട്, 28ാമത്തെ ആയത്ത്. ആ ആയത്തല്ലാത്ത മറ്റു ആയത്തുകളെല്ലാം മക്കിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ ആയത്തുകളാണ് മക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് എന്നുള്ളത് മക്കിയായ ആയത്തുകളാകും, സൂറത്താകുന്നു. മക്കിയായ സൂറത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞിരുന്നു. ധാരാളം കഥകൾ ഒക്കെ പറയുന്ന സൂറത്തുകളൊക്കെ മക്കിയായിരിക്കും, അല്ലെങ്കിൽ ആ ആയത്തുകളൊക്കെ മക്കിയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. 110 ആയത്തുകൾ അല്ലെങ്കിൽ 115, വേറെ ഖിറാത്ത് പ്രകാരം 115 ആയത്തുകളാണ് നമ്മുടെ സൂറത്തുൽ കഹ്ഫിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദി അൻസല അലാ അബ്ദിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ഇറക്കി അൽ കിതാബ, പരിശുദ്ധ ഖുർആനെ ഇറക്കിയ അല്ലാഹുവിനാണ് സർവസ്തുതിയും. വലം യജ്അൽ ലഹു, പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആക്കിയിട്ടില്ല ഇവജൻ. ഇവജൻ എന്ന് പറഞ്ഞാൽ ഒരു വളവ് എന്നാണ് പറയാം. ഉദ്ദേശിച്ചത് ഒരു കോൺട്രാഡിക്ഷൻ, ഒരു ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസം, വിഭിന്നത അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല. ഖുർആൻ ഒരേ അഭിപ്രായം പറയുകയും വേറെ സ്ഥലത്ത് വേറെ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ വരിക, അല്ലെങ്കിൽ ഇത് 2 പണിയും കൂട്ടി വെക്കുമ്പോൾ അത് കോൺട്രാഡിക്ഷൻ വരിക, ഈ രീതിയിൽ ഉണ്ടാവുകയില്ല. വലം യജ്അൽ ലഹു, പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആക്കിയിട്ടില്ല ഇവജൻ, ഒരു വളവും എന്നാണ്, ഒരു കോൺട്രാഡിക്ഷനുകളും ഒരു തനാഖുദ് അല്ലെങ്കിൽ ഇഖ്തിലാഫുകൾ അള്ളാഹു ഉണ്ടാക്കിയിട്ടില്ല എന്നർത്ഥം. ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ മുസ്തഖീമൻ, നേരായ രീതി, നേരായ വഴിയിൽ. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത് നേരായ മാർഗത്തിലാണ് ഇറക്കിയിട്ടുള്ളത്. ലിയുൻദിറ ബഅ്സൻ ശദീദൻ മിൻ ലദൻഹു, എന്തിനാണ് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഇറക്കിയത്? ലിയുൻദിറ, പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബഅ്സൻ ശദീദ, ശക്തമായ ശിക്ഷയുണ്ടെന്ന്. മിൻ ലദൻഹു, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷയുണ്ടെന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാഫിര്യങ്ങൾക്ക് അല്ലെങ്കിൽ തെമ്മാടികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയുണ്ടാകുമെന്ന് താക്കീത് നൽകാൻ പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കി കൊടുത്തത്. വയുബശ്ശിർ അൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകാനും. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത്, നന്മകൾ ചെയ്യുന്ന, നല്ല പ്രവർത്തനങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകാനും. അന്നലഹും അജ്റൻ ഹസന, എന്താണ് സന്തോഷ വാർത്ത? അവർക്ക് നല്ല ഹസനായ, അവർക്ക് നല്ല ഒരു കൂലിയുണ്ടെന്ന് സന്തോഷ വാർത്ത നൽകാനും. നല്ല സുന്ദരമായ കൂലി അവർക്ക് അള്ളാഹു നൽകാനുണ്ട്. മാക്കിസീന ഫീഹി അബദ, എന്നെന്നും അവർ നിലനിൽക്കുന്ന, മാക്കിസീന ഫീഹി അബദൻ, എന്നേക്കുമായി ശാശ്വതമായിട്ട് അവർ താമസിക്കുന്ന, അവർ നിലനിൽക്കുന്ന ഒരു കൂലി അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാനും. ഏതാണ് ആ കൂലി? സ്വർഗം. നന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സ്വർഗവും, തിന്മ ചെയ്യുന്ന തെമ്മാടികളായ കാഫിര്യങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശക്തമായ ശിക്ഷയും ഉണ്ടാകുമെന്നൊക്കെ താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹു ഇറക്കിയത്. മാത്രമല്ല വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു മക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകൾക്കും താക്കീത് നൽകിയിട്ടാണ്. അത് അഹ്ലുൽ കിതാബിനെയാണ്, ജൂതന്മാരെയും അതേപോലെ ക്രിസ്ത്യാനികളെയുമാണ് ഉദ്ദേശിച്ചത്. വയുൻദിറല്ലദീന, അക്കൂട്ടരെയും താക്കീത് നൽകാനാണ്. ഖാലു, അവർ പറഞ്ഞത് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു കുട്ടിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഈസ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളായി വന്ന ക്രിസ്ത്യാനികൾ അതൊരു പലരും പിന്നെ വഴി വെച്ചു പോവുകയും ഈസ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറയുകയും, അതേപോലെ യഹൂദർ, ജൂതന്മാർ ഉസൈർ എന്ന് പറഞ്ഞൊരാൾ, അദ്ദേഹം അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു.
അങ്ങനെ അള്ളാഹുവിനെ മക്കളുണ്ടാക്കിയ പുത്രന്മാരുണ്ടാക്കിയ ആളുകൾ അവരെയും താക്കി നൽകാനാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാലി ആബാഇഹിം, അവർക്കോ അവരുടെ പിതാക്കന്മാർക്കോ അവർ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധവുമില്ല, അവരറിവുമില്ല. മാലഹു ബിഹി, ഈ പറഞ്ഞ വാക്കുമായി അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ വാക്കുമായിട്ട് അവർക്ക് മിൻ ഇൽമിൻ ഒരറിവുമില്ല. വലാലി ആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കില്ല, അവർക്കില്ല. അവരെ പിതാക്കന്മാർക്കോ ആർക്കും ഒരറിവുമില്ലാതെയാണ് അവരെന്ത് ചെയ്യുന്നത് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്നത്. കെബറത്ത് കെലിമത്തും തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്ത് വാക്കാ, എന്തൊരു വാക്കാണ് അവരുടെ വായകളിൽ നിന്ന് വരുന്നത്. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുകയോ, എത്ര മോശമാണത്. അപ്പം അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് എത്ര വലുതായിരിക്കുന്നു. കെബറത്ത് കെലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എത്ര വലുതായിരിക്കുന്നു. എന്നാൽ എന്തൊരു വാക്ക്, എന്തൊരു പറച്ചിൽ അവർ പറയുന്നത് എന്ന്. ഈ യഖൂലൂന ഇല്ല കദിബാ, അള്ളാഹു പറയാണ് ഈ യഖൂലൂന, ഈ വിഷയത്തിൽ അവർ പറയുന്നില്ല ഇല്ല കദിബാ, കളവല്ലാതെ അവർ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് വെറും കളവാകുന്നു, പച്ചക്കളവാകുന്നു. അവർ പറയുന്നത് അള്ളാഹുവിന് മക്കളുണ്ടാവോ, ഉണ്ടാവുകയില്ല. അവർ പറയുന്നത് കളവാകുന്നു. ഇനി അള്ളാഹു നബി തങ്ങളോട് പറയാണ് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം, നബിയെ നിങ്ങൾ അവരുടെ പിന്നാലെ ഇങ്ങനെ പോയിട്ട് നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുകയായിരിക്കും. അതാണ് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ട് നബിയെ നിങ്ങളിങ്ങനെ വെറുതെ ദുഃഖിച്ചേണ്ട. അവരങ്ങനെ ആയല്ലോ, അവരെന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ല, അവരെന്തുകൊണ്ട് നന്നാവുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ദുഃഖിച്ച് നബിയെ നിങ്ങളുടെ ശരീരത്തെ വെറുതെ കേടാക്കണ്ട. ഫലഅല്ലക ബാഖിഉൻ നഫ്സക, നബിതങ്ങളെ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ചേക്കാം. അലാ ആസാരിഹിം, ആ പറഞ്ഞ ആളുകളുടെ പിന്നിലൂടെ, എന്നാൽ അവരെ പിന്നിലൂടെ ഇങ്ങനെ ചിന്തിച്ച് അവരെന്തുകൊണ്ട് നന്നാവുന്നില്ല, അവരെന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുന്നില്ല എന്നിങ്ങനെ ചിന്തിച്ച് വെറുതെ നബിതങ്ങളെ നിങ്ങളുടെ ശരീരം നിങ്ങൾ കേടാക്കണ്ട. ഈ ഇല്ലം യുമിനു ബിഹാദൽ ഹദീസി അസഫ, എന്നാൽ ഇന്ന യുമിനു ബിഹാദൽ ഹദീസ്, ഈ പരിശുദ്ധ ഖുർആൻ കൊണ്ട് അവർ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അസഫൻ, ദുഃഖം കാരണത്താൽ വെറുതെ ദുഃഖിച്ച് നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വെറുതെ കേടാക്കണ്ട. അവർ ഈമാൻ സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ ദുഃഖിച്ച് കേടാക്കണ്ട. അള്ളാഹു ആരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം, ഇന്നാ ജഅൽനാ മഅൽ അർളി സീനത്തൻ ലഹാ, ഭൂമിയുടെ മുകളിലുള്ള എല്ലാ സാധനത്തെയും, ഭൂമിയുടെ മുകളിലെ പൂന്തോട്ടങ്ങൾ, ഭൂമിയുടെ മുകളിലുള്ള മൃഗങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ വാഹനങ്ങൾ, പിന്നെ സുഖസൗകര്യങ്ങൾ, ഭൂമിയുടെ മുകളിലുള്ള സുഖസൗകര്യങ്ങളെ നാം ആക്കിയിട്ടുണ്ട് സീനത്തുൽ ലഹ, ആ ഭൂമിക്കൊരു ഭംഗിയാണ് നാം ആക്കി, ഭംഗിയായിട്ട് അല്ലേ. ഒരു ഭൂമി പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും മലകളും അരുവികളും അതൊക്കെ പാടുണ്ടാകുമ്പോഴാണ് ഭൂമി നല്ല ഭംഗിയുണ്ടാവുക. അങ്ങനെ ഭംഗിയുള്ളതാക്കിയത് എന്തിനാണ്? ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, ലിനബ്ലുവഹും നിങ്ങളിൽ നിന്ന് ഞാൻ നോക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയ്യുഹും അഹ്സനു അമല, ആരാണ് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. കാരണം ഭൂമിയിൽ ധാരാളം സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ച് തന്നു. അതെല്ലാം ഒഴിവാക്കി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ദുന്യാവിലെ ഓരോ സുഖാഡംബരങ്ങൾ ഇങ്ങനെ തുറന്നു വെച്ച് തന്നത്. അള്ളാഹു പറയാണ്, ഒരു നാൾ ഖിയാമത്ത് നാളുണ്ടാവുന്ന സമയത്ത് ആ ഭൂമിക്ക് മുകളിലുള്ള എല്ലാത്തിനെയും നാം ആക്കുന്നു സ്വഈദൻ ജുറുസൻ, എന്നാൽ സ്വഈദ് എന്ന് പറഞ്ഞാൽ പൊടിയാക്കുന്നതാണ്. ജുറുസൻ എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ, അതിൽ നിന്ന് ഒരു മരം പോലും, ഒരു ചെടി പോലും, സസ്യം പോലും ഉണ്ടാവാത്ത രീതിയിൽ വരണ്ടുണങ്ങിയ ഒരു ഭൂമിയാക്കി എന്നാണ്, അങ്ങനെ ഒരു പൊടിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ ഈ ഭൂമിക്ക് മുകളിലുള്ള പൂന്തോട്ടങ്ങളും അരുവികളും മലകളും അല്ലെങ്കിൽ ആഡംബരങ്ങളും എല്ലാം ഒരു ദിവസം നാം പൊടിയാക്കുന്നതാണ് എന്ന് അള്ളാഹു പറയാൻ. അം ഹസിബ്ത, നബിയോട് അള്ളാഹു പറയാൻ, അം ഹസിബ്ത, നബിയെ നിങ്ങൾ വിചാരിക്കുന്നുവോ അന്ന അസ്ഹാബുൽ കഹ്ഫിർ റഖീം. ഇനിയാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ കഥ പറയുന്നത്. അന്താഖിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ആ സ്ഥലത്ത് ഒരു രാജാവുണ്ടായിരുന്നു, ദഖിയാനൂസ് എന്നാണ് എന്ത് ചെയ്യുന്നത് ആ രാജാവിൻ്റെ പേര്, ദഖിയാനൂസ്. ഈ ദഖിയാനൂസ് എന്ന് പറഞ്ഞ ഈ രാജാവ് ബിംബാരാധകനായിരുന്നു, എന്നാൽ കാഫിറായിരുന്നു, ബിംബാരാധകനായിരുന്നു. അവിടെ എല്ലാ ആളുകളെയൊക്കെ പരമാവധി ബിംബാരാധനയിലേക്ക് ക്ഷണിക്കുകയും എല്ലാവരും ബിംബാരാധന ചെയ്യും എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെ 7 യുവാക്കൾ, പല അഭിപ്രായങ്ങളുടെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ, എന്നാലും പ്രബലമായ അഭിപ്രായത്തിൽ 7 യുവാക്കൾ, ഈ 7 യുവാക്കൾ
അവർ ഒരിക്കലും ഞങ്ങൾ ബിംബത്തെ ആരാധിക്കുകയില്ല, ഞങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഇസ്ലാം സ്വീകരിച്ച് ആ രാജാവിൽ നിന്ന് രക്ഷപ്പെടുകയും അങ്ങനെ ഒരു കാട്ടിലെ ഒരു ഗുഹയ്ക്കുള്ളിൽ അവരകപ്പെടുകയും അങ്ങനെ ആ ഗുഹയ്ക്കുള്ളിൽ അവർ ഉറങ്ങുകയും ഏകദേശം 300 വർഷത്തിലപ്പുറം അവർ ഉറങ്ങുകയും അവർ പിന്നീട് എണീക്കുകയും ഉറക്കത്തിൽ എണീക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുതകരമായ കഥയാണ് പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത്. അം ഹസിബ്ത, നബിയെ നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്ന അസ്ഹാബുൽ കഹ്ഫി വർ-റഖീം, അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഈ 7 യുവാക്കൾ, അസ്ഹാബുൽ കഹ്ഫ് എന്നാണ് പറയുന്നത്. ആ ഒരു കഹ്ഫ് എന്ന് പറഞ്ഞാൽ ഗുഹ എന്നർത്ഥം. ആ ഗുഹയെ റഖീം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈറ്റ് എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ആ ഗുഹയ്ക്ക് മുമ്പിൽ ഒരു സ്ലൈറ്റ് ഉണ്ടായിരുന്നു, ആ സ്ലൈറ്റിൽ അല്ലെങ്കിൽ ഒരു പലക ഉണ്ടായിരുന്നു, ആ പലകയിൽ ഈ 7 ആളുകളുടെ പേര് എഴുതി വെച്ചിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും ഈ സ്ലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഗുഹയുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ജൂതന്മാർ വരികയും ജൂതന്മാർ ഈ 3 കഥകളും പറഞ്ഞല്ലോ, സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന 3 കഥകളെക്കുറിച്ചും ഇവർ ചോദിക്കുകയും നബി തങ്ങളെ നാളെ പറഞ്ഞു തരാം എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്ത് ചെയ്ത് ജിബ്രീൽ പിന്നീട് ഈ ഒരു വഹ്യുമായിട്ട് ഇറങ്ങുന്നതൊക്കെ അങ്ങനെ ആ കഥ നബി തങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വർ-റഖീം കാനൂ മിൻ ആയാതിന അജബ, കാനു അവരായിരുന്നു മിൻ ആയാതിന അജബൻ, അത് നമ്മുടെ ദൃഷ്ടാന്തത്തിൽ നിന്നുള്ള ഒരു വലിയ അത്ഭുതമായിരുന്നു ഇവർ. അറിയുന്നത് അള്ളാഹു പറയാൻ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇവരൊക്കെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്നുള്ള വലിയ അത്ഭുതമായിരുന്നു. എന്താണ് അത്ഭുതം? ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹ്ഫി, ആ യുവാക്കൾ ആ ഒരു ഗുഹയിലേക്ക് അഭയം പ്രാപിച്ചു. ആ ഗുഹയിലേക്ക് അവരെ അഭയം പ്രാപിക്കാനുള്ള കാരണം ആ കാഫിര്യങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇത് ഖിയാനൂസ് എന്ന രാജാവിൽ നിന്ന് ഇവരുടെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി അവർ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ ഗുഹയ്ക്ക് ഉള്ളിലായി. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, റബ്ബന ആതിന മിൻ ലദുൻക റഹ്മത്തൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ, അള്ളാഹുവെ ഞങ്ങൾ ഈ ഗുഹക്കിന് ഉള്ളിൽ എന്ത് ചെയ്ത് അകപ്പെട്ടു. അള്ളാഹു റബ്ബന ആതിന മിൻ ലദുൻക, അള്ളാഹുവെ നിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നൽകണമേ, റഹ്മത്ത് നൽകണമേ, വഹയ്യി ലനാ ഞങ്ങൾക്ക് ശരിയാക്കി തരണേ, മിൻ അംരിന ഞങ്ങളുടെ കാര്യങ്ങളിൽ നിന്ന് റഷദൻ സന്മാർഗം ശരിയാക്കി തരണേ, എന്നാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി തരണേ, നേരാക്കി തരണേ, സന്മാർഗത്തിലാക്കി തരണമേ എന്നേ ഇവർ ദുആ ചെയ്തു അള്ളാഹുവിനോട്. ഫളറബ്ന അല ആദാനിഹിം, അവരുടെ ചെവികൾ ഞാൻ അടച്ചു എന്നാണ് എന്ത് ചെയ്ത് പറഞ്ഞിട്ട്, എന്നാണ് അവരെ ഞാൻ ഉറക്കിക്കളഞ്ഞു എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത്. അവരെ നാം ഉറക്കിക്കളഞ്ഞു ഫിൽ കഹ്ഫി, ആ ഒരു ഗുഹയിൽ നാം ഉറക്കിക്കളഞ്ഞു. സിനീന അദദാ, ധാരാളം വർഷങ്ങൾ എന്നർത്ഥം. അപ്പോൾ ധാരാളം വർഷങ്ങൾ അവരെ ഉറക്കിക്കിടത്തി. സുമ്മ ബഅസ്നാഹും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവരെ വീണ്ടും ഉണർത്തി. എന്നാൽ ഉറക്കി, അവരെ മരിപ്പിച്ചിട്ടില്ല, അവരും ഉറക്കി, വീണ്ടും ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അഹ്സാ ലിമാ ലബിസു അമദാ, എന്നാൽ അവർ ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു 1 ദിവസം ഉറങ്ങിയതാണ്, അല്ല കുറച്ച് ദിവസം ഉറങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അങ്ങനെ പലരും പല അഭിപ്രായങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവരുടെ വിഷയത്തിൽ തന്നെ എന്ത് ചെയ്യുന്നത് പല അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ആരാണ് കൃത്യമായിട്ടും അവരുടെ എത്ര ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടും കണ്ടെത്തുന്നത് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അവരെ വീണ്ടും ഉണർത്തി, വീണ്ടും എണീപ്പിച്ചു. സുമ്മ ബഅസ്നാഹും, നാം അവരെ വീണ്ടും ഉണർത്തി, ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി. ലിനഅലമ, നാം മനസ്സിലാക്കാൻ അയ്യുൽ ഹിസ്ബൈനി ഏത് പാർട്ടിയാണെന്നാണ്, ഏത് ടീമാണ്, അഹ്സാ ലിമാ ലബിസു അമദ അവർ എത്ര കാലം അവിടെ താമസിച്ചു എന്നുള്ളതിന് ഏറ്റവും ക്ലിപ്തമായ മറുപടി നൽകുന്നത് ഏത് ടീമാണ് എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും അവരെ ഉണർത്തി എന്നർത്ഥം. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് അതിൽ. 300 വർഷത്തോളം എന്ത് ചെയ്ത് അവരെ ഉറക്കുകയും പിന്നീട് അവരെ ഉണർത്തുകയും ചെയ്യുന്നു അള്ളാഹു. അങ്ങനെ എന്ത് ചെയ്ത് അവരിങ്ങനെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നു. ഞാൻ ആകെ 1 ദിവസം ഉറങ്ങിയിട്ടുള്ളൂ, 2 ദിവസം ഉറങ്ങിയത്, 1.5 ദിവസം ഉറങ്ങിയത്, അങ്ങനെ പല അഭിപ്രായങ്ങളും. അങ്ങനെ എന്ത് ചെയ്ത് ശരിക്കും ഈ ഒരു 300 ദിവസം ഉറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നഹ്നു നഖ്സു അലൈക, അള്ളാഹു പറയാൻ നബിയെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം, കഥ പറഞ്ഞു തരാം. നബഅഹും ബിൽ ഹഖ്, കൃത്യമായിട്ടും യഥാർത്ഥമായിട്ടും അവരുടെ കഥ, അവരുടെ വാർത്ത ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, ഇന്നഹും അവർ ഫിത്യത്തുൻ ഒരു യുവാക്കളാണ്. ആമനൂ ബിറബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ അവർ വിശ്വസിച്ചു. എന്നാൽ സാഹചര്യം, ആ നാട്ടിലുള്ള രാജാവും ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ ബിംബാരാധനയിലേക്കും അല്ലെങ്കിൽ കുഫറിലേക്കും പോയപ്പോഴും ആ പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളാകുന്നു അവർ. വസിദ്നാഹും ഹുദാ, നാം അവർക്ക് ഹിദായത്തിന്, അവർക്ക് സന്മാർഗത്തെ നാം അധികരിപ്പിച്ചു കൊടുത്തു. റബത്ന അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ നാം ഒരു പവർ കൊടുത്തു. അവരുടെ ഹൃദയത്തിൽ നാം എന്ത് ചെയ്ത് എന്നാൽ ഈ ഖൗലുൽ ഹഖ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാം പരിശുദ്ധ ഇസ്ലാമിൽ തന്നെ നിലനിർത്താൻ അള്ളാഹു അവർക്ക് ഹൃദയത്തിന് ഒരു ശക്തി കൊടുത്തു. ഇത് ഖാമു
എന്നാൽ അവരെന്ത് ചെയ്യുന്നത്, ഈ രാജാവിന് മുമ്പിൽ രാജാവ് ഇവരെ വിളിച്ചു വരുക്കുകയും ആ രാജാവ് ഈ ബിംബങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോഴും അവരെന്ത് ചെയ്തു, അചഞ്ചലമായ വിശ്വാസം, ഒരിക്കലും വ്യതിചലിക്കാത്ത വിശ്വാസത്തിൽ അവരെന്ത് ചെയ്ത് ഈമാനിൻ്റെ ആവേശത്തിൽ അവർ നിൽക്കുകയും ഇത് ഖാമു, ഈ രാജാവിൻ്റെ മുമ്പിൽ അവർ എണീറ്റ് നിന്നു. ഫഖാലു, എന്നിട്ട് പറഞ്ഞു, റബ്ബന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ രക്ഷിതാവ് ആരാകുന്നു, ആകാശഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹു ആകുന്നു ഞങ്ങളുടെയും രക്ഷിതാവ്. ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹ, അള്ളാഹുവിനെ കൂടാതെ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹിനെയും ഞങ്ങൾ വിളിക്കുകയില്ല. ലഖദ് ഖുൽനാ ഇദൻ ശതത, അള്ളാഹു അല്ലാതെ വേറെ മറ്റു ദൈവങ്ങളെ വിളിച്ചാൽ, മറ്റു ബിംബങ്ങളെ നമ്മൾ വിളിച്ചാൽ ഞങ്ങൾ എന്താകും, ശതത്ത് എന്ന് പറഞ്ഞവരാകും. ശതത്ത് എന്ന് പറയാൻ ഞങ്ങൾ വൈപിയച്ചവരാകും എന്നർത്ഥം. അള്ളാഹു അല്ലാതെ മറ്റു ദൈവങ്ങളെ നമ്മൾ വിളിച്ചാൽ ഞങ്ങൾ വൈപിയച്ച വൈകേടിൻ്റെ ആളുകൾ ഞങ്ങൾ ആകും എന്ന് അവർ പറഞ്ഞു. ആരാ? ഈ രാജാവിൻ്റെ മുമ്പിൽ പോയി. ഹൗലാഇ ഖൗമുൻ ഇത്തഖദു മിൻ ദൂനിഹി ആലിഹതൻ ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താൻ ബയ്യിൻ. എന്നിട്ട് അവർ പറയണം, ഹൗലാഇ ഖൗമുന, നമ്മുടെ ഈ എന്ത് ചെയ്യാം, ഈ ഒരു സമൂഹമുണ്ടല്ലോ, ഇത്തഖദു മിൻ ദൂനിഹി ആലിഹ, അള്ളാഹു അല്ലാതെ ധാരാളം ബിംബങ്ങളെയാണ് അവർ ദൈവങ്ങളാക്കിയത്. അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ അവർ ദൈവങ്ങളാക്കിയ ഈ സമൂഹം, നമ്മുടെ സമൂഹമുണ്ടല്ലോ, ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താൻ ബയ്യിൻ, അവർക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് വന്നില്ലയോ. കാരണം ആൾക്കാർ എന്ത് ചെയ്യുന്നത്, തങ്ങളുടെ സമൂഹത്തെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നത്, അവർ പറയാണ്, നമ്മൾ ഈ സമൂഹമില്ലേ അള്ളാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളൊക്കെ ആരാധിച്ചു, അവർക്ക് ഈ ഒരു കാര്യത്തിൻ്റെ മേൽ, അങ്ങനെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളതിന് മേൽ അവർക്ക് തെളിവൊന്നും കിട്ടിയില്ലേ, അവർക്ക് തെളിവ് വന്നില്ലയോ. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിലേക്ക് അള്ളാഹുവിൻ്റെ മേൽ കളവുകൾ കെട്ടിച്ചമച്ചുക. കാരണം അള്ളാഹുവിന് പങ്കാളികളുണ്ട്, അള്ളാഹുവിനെ പോലെ തന്നെ വേറെ ദൈവങ്ങൾ ആരാധിക്കാം, എല്ലാവരും ദൈവങ്ങളാകുന്നു എന്ന് അള്ളാഹുവിലേക്ക് പങ്കാളികളെ ചേർക്കുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ മേൽ കളവുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നവനേക്കാൾ വലിയ അക്രമി ലോകത്താരാണ്? ഇവർ ചോദിക്കുകയാണ്. ഇവർ മനസ്സിലിങ്ങനെ പറയാനെന്ത് ചെയ്യുന്നത്, ഈ സമൂഹം ഇങ്ങനെ വഴിവെച്ചു പോയി, അള്ളാഹുവിന് വേറെ കുറേ ശരീക്ക് ധാരാളം പങ്കാളികളുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിലേക്ക് കളവിനെ ചേർക്കുന്നവരെക്കാൾ വലിയ അക്രമി ആരാ? ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ. ഇനി അവർ പരസ്പരം ഇങ്ങനെ പറയാണ്, വഇദ് ഇഅ്തസൽതുമൂഹും വമാ യഅബ്ദൂന ഇല്ലല്ലാഹ് ഫഊ ഇലൽ കഫി യൻശുർ ലക്കും റബ്ബുക്കും മിൻ റഹ്മതിഹി വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ. വഇദ് ഇഅ്തസൽതുമൂഹും, ഇനി ഈ ഒരു 7 ആൾക്കാർ ഈ സമൂഹത്തെ വിട്ട് പിരിഞ്ഞു പോന്നപ്പോൾ, വമാ യഅബ്ദൂന ഇല്ലല്ലാഹ്, അവരാരെ മാത്രം, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ഇവർ ആ സമൂഹത്തിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോന്നു. ഫഊ ഇലൽ കഫി, അപ്പോൾ അവർ പരസ്പരം പറയാണ്, ഈ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊള്ളു, നമ്മളെ യൻശുർ ലക്കും റബ്ബുക്കും മിൻ റഹ്മതിഹി, അങ്ങനെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വിശാലമാക്കി തന്നോളും, നമുക്ക് വീതിച്ചു തന്നോളും, വിരിച്ചു തന്നോളും അള്ളാഹു. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ, മാത്രമല്ല അള്ളാഹു നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു റെഡിയാക്കി തന്നോളും, അള്ളാഹു നിങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും, അള്ളാഹു നിങ്ങൾക്ക് വേണ്ട ഭക്ഷണവും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഈ ഗുഹൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്നവർ പറഞ്ഞു. ഇനി അള്ളാഹു നബിയോട് പറയാം, വതറശംസ ഇദാ തലഅത് തസാവുറു അൻ കഫിഹിം ദാത്തൽ യമീനി വഇദാ ഗറബത് തഖ്രിദുഹും ദാത്ത ശിമാൽ. ഇനി പറയാണ്, നബിയെ നിങ്ങൾ നോക്കുക, സൂര്യനെ നോക്കുക, ഇദാ തലഅത്, ആ സൂര്യൻ ഉദിച്ചാൽ, തസാവുറു അൻ കഫിഹിം, അവരുടെ എന്തിനത് ഒരു ഗുഹയുടെ ഭാഗത്തു നിന്ന് തെന്നിപ്പോകും, മാറിപ്പോകും, ദാത്തൽ യമീനി, വലതുവശത്ത് കൂടെ ഇങ്ങനെ പോവാം. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ ആ ഗുഹയുടെ വലതുവശത്തിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യാം, സൂര്യൻ പോവാം. ഇനിയോ വഇദാ ഗറബത്, സൂര്യനെങ്ങാനും എന്ത് ചെയ്ത വഇദാ ഗറബത്ത്, അത് അസ്തമിക്കാനായാൽ, തഖ്രിദുഹും ദാത്ത ശിമാൽ, ഇടതുവശത്തിലൂടെ എന്ത് ചെയ്യും, അതിങ്ങനെ ഈ ഗുഹയെ വിട്ടുകിടക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഗുഹാമുഖത്തേക്ക് വെളിച്ചം വരികയില്ല. കാരണം സൂര്യപ്രകാശം ഡയറക്റ്റായിട്ടും സൂര്യപ്രകാശം വരാത്ത രീതിയിൽ സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ എന്ത് ചെയ്യും, കുറച്ചിച്ച് വരും എന്നല്ലാതെ ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം ഗുഹയിലുള്ളിലേക്ക് വരാത്ത രീതിയിലാണ് അള്ളാഹു സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂര്യൻ ഉദിക്കുമ്പോൾ വലതുവശത്തിലൂടെയും അസ്തമിക്കുമ്പോൾ ഇടത് വശത്തിലൂടെ മാറിയിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, സൂര്യൻ സഞ്ചരിക്കുന്നത്. എന്തായാലും ഇവരുടെ മുഖത്തേക്ക്, കാരണം നമ്മളിങ്ങനെ എത്ര ഉറങ്ങിക്കഴിഞ്ഞാലും സൂര്യൻ മുഖത്തേക്ക് അടിച്ചാലും എന്ത് ചെയ്യും, നമ്മൾ എണീക്കും. അപ്പോൾ അങ്ങനെ എണീക്കാതിരിക്കാൻ അള്ളാഹു സംവിധാനം ചെയ്തതാണ്. ഇങ്ങനെ വലതുവശത്തിലൂടെ സൂര്യൻ ഉദിക്കുകയും ഉദിച്ചിങ്ങനെ വരികയും അത് ഇടതുവശം മാറിയിട്ട് പിന്നെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു രീതി. വഹൂം ഫി ഫജ്വത്തി മിൻഹു, എന്നാൽ ഇവർ കിടക്കുന്നതോ ആ ഗുഹയുടെ മുഖഭാഗത്താണ്.
എന്നാണ് ഗുഹ കുറേ ഉള്ളിലേക്ക് പോയിട്ടൊന്നുമില്ല, ഗുഹയുടെ മുഖഭാഗത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവരെ കിടക്കുന്നത്. ദാലിക മിൻ ആയാത്തില്ല, ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. ഗുഹാമുഖത്ത് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചം അവരുടെ മുഖത്തേക്ക് വരേണ്ടതാണ്. പക്ഷേ അള്ളാഹു അവിടെ സംവിധാനം ചെയ്തു, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി ഫഹുവൽ മുഹ്തദ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹു ആരെങ്കിലും ഒരാളെ ഹിദായത്തിലേക്ക് കൊണ്ടുവന്നാൽ ഫഹുവൽ മുഹ്തദ്, അവൻ സന്മാർഗം സിദ്ധിച്ചവനാണ്. വമൻ യുദ്ലിൽ, ആരെങ്കിലും വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിലോ ഫലൻ തജിദ് ലഹു വലിയ മുർഷിദ, എങ്കിൽ അവനെ നേരാക്കുന്ന, അവനെ സന്മാർഗത്തിലേക്കാക്കുന്ന ഒരു വലിയനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല. ഒരാൾ വഴിപിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവനെ സന്മാർഗത്തിലേക്ക് വഴി നടത്താൻ പറ്റിയ ഒരു മുർഷിദ്, ഒരു വലിയ അവൻക്കുണ്ടാവില്ല എന്നുള്ളതാണ്. അവനെ സന്മാർഗത്തിലേക്കാക്കുന്ന ഒരു വലിയ അവൻക്ക് ഉണ്ടാവുകയില്ല, അത് താങ്കൾ എത്തിക്കുകയില്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞ്, അള്ളാഹു ആരെങ്കിലും ഹിദായത്തിലേക്കാക്കിയാൽ അവൻ സന്മാർഗം സിദ്ധിച്ചവനാണ്. അള്ളാഹു ഒരാളെ പേപ്പിച്ചോ എന്നാൽ വേറെ ഒരു വലിയ വന്നിട്ട് അല്ലെങ്കിൽ വേറൊരു മുർഷിദ് അവനെ എന്തെങ്കിലും സന്മാർഗത്തിലേക്കാക്കാൻ വേറെ ആളെ കൈപ്പിടിച്ചിട്ട് കാര്യമില്ല. ഇനി കഥയുടെ ബാക്കി അള്ളാഹു വീണ്ടും പറയുകയാണ്, തെഹ്സബുഹും, നബിയെ നിങ്ങളെങ്ങാനും അവരെ പോയി നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും അയക്കാതൻ, ഉണർന്നവരായിട്ടാണ് നിങ്ങൾ വിചാരിക്കുക. കാരണം അവർ ഉറങ്ങിയത് കുറച്ച് കണ്ണ് തുറന്നിട്ടായിരുന്നു. കാരണം പരിപൂർണമായിട്ടും കണ്ണ് പൂട്ടി 300 കൊല്ലം ഉറങ്ങിയാൽ പിന്നെ കണ്ണ് തുറയില്ല. കാരണം കണ്ണിൻ്റെ ഉള്ളത് എന്ത് ചെയ്യാം, ഈ ഒരു വെള്ളം, ഒരു ദ്രാവകം ഉണ്ടാവും കണ്ണിൻ്റെ ഉള്ളിൽ, അതൊക്കെ വറ്റിയിട്ടുണ്ടാവും, പിന്നെ കണ്ണ് തുറയില്ല. അപ്പോൾ കണ്ണ് കുറച്ചിങ്ങനെ തുറന്നിട്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലിന് ചലനമൊക്കെ ഉണ്ടായിരുന്നു, ആ വെള്ളമൊക്കെ ചലിക്കുണ്ടായിരുന്നു കണ്ണിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറത്ത് നോക്കുന്ന എന്ത് ചെയ്യുന്നതേ, ചില ആൾക്കാർ ഉറങ്ങുമ്പോഴൊക്കെ എന്തുണ്ടാവും, കണ്ണ് തുറന്നുറങ്ങുന്ന പകുതി കണ്ണ് ഉറങ്ങുന്ന ആളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് കണ്ടാൽ നമ്മൾ ഉറങ്ങണമെന്ന് മനസ്സിലാവില്ല. എന്നതുപോലെ ഇവർ ഉറങ്ങിയത് അങ്ങനെ കുറച്ച് കണ്ണ് തുറന്നിട്ടായിരുന്നു. അതുകൊണ്ട് നബിയെ അവരെ കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഐക്കാദൻ, ഉണർന്നവരായിട്ട് നിങ്ങൾ വിചാരിക്കും. വഹും റുക്കൂദ്, എന്നാൽ യഥാർത്ഥത്തിലോ അവർ ഉറങ്ങാണ്. ഒരു ഉക്കല്ലിബുഹും ലാത്തല്യമീനും ലാത്തശിമാലി, അള്ളാഹു പറയാണ്. പിന്നെ നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, ഒരു ദിവസം വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഇടതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കും. എന്നാൽ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഗങ്ങൾ മാറി മാറി കടത്തിയിരുന്നു അള്ളാഹു. കാരണം ഒരേ ഭാഗത്ത് ഇങ്ങനെ കടന്നാൽ പിന്നെ ചെതലരിക്കും, അല്ലെങ്കിൽ ഉറുമ്പൊക്കെ അരിച്ചിട്ട് എന്ത് ചെയ്യും, ഇവരങ്ങനെ തിന്നു പോകും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കും. അപ്പോൾ ചലനം ഉണ്ടായതുകൊണ്ട് ഉറുമ്പോ അല്ലെങ്കിൽ അതുപോലെ ചെതലൊന്നും വരില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇവർ ചെതൽ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഭൂമി കുറേ കാലം ഇങ്ങനെ എന്ത് ചെയ്യാം, ദ്രവിച്ചു പോകുമല്ലോ, ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇട്ടാലും ദ്രവിച്ചു പോകും. അങ്ങനെ ദ്രവിച്ചു പോവാതിരിക്കാൻ അള്ളാഹു ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റി മാറ്റി അവരെ കടത്തിയിരുന്നു. കൽബുഹും വാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്, അവർക്കൊരു നായ കൂടെ ഉണ്ടായിരുന്നു. അസ്ഹാബുൽ കഹ്ഫിൻ്റെ കൂടെ ഒരു നായ കൂടെ ഉണ്ടായിരുന്നു. ആ നായ ഗുഹാമുഖത്ത് ബാസിത്തുൻ ദിറാഇഹി, അതിൻ്റെ ഈ ഒരു കണങ്കൈ അല്ലെങ്കിൽ മുട്ടുകൈ എന്ന് പറയാം, ആ കൈ അതിങ്ങനെ എന്ത് ചെയ്യാം, വൈഡാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ബിൽ വസീദ്, വസീദ് എന്നാൽ ആ ഒരു ഗുഹാമുഖത്ത്, ഗുഹയുടെ മുൻഭാഗത്ത് എന്തിനത് ആ നായ ഇങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും കണ്ടാലും എന്താണില്ല, അവർക്ക് വരില്ല, കാരണം നായ ഉണ്ടായതുകൊണ്ട് എല്ലാവരും അടുത്തേക്ക് വരില്ല. അപ്പോൾ ആ നായ ഒരു കാവൽക്കാരനെ പോലെ ആ നായ മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നായും അതുപോലെ തന്നെ ഇവരെ കൂടെ 300 വർഷം അവിടെ കടന്നിരുന്നു എന്നുള്ളതാണ്. ലബിത്തലഅത അലൈഹിം ലബല്ലൈത മിൻഹും ഫിറാറ വല മുലൈത മിൻഹും റുഅബ. അള്ളാഹു പറയാണ്, ഈ നിങ്ങളെങ്ങാനും ആ സമയത്ത് അവിടെ പോയിട്ട് ഇവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവരെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ലബിത്തലഅത അലൈഹിം, അവരിലേക്ക് നിങ്ങൾ തലയിട്ട് നോക്കുകയായിരുന്നുവെങ്കിൽ ലബല്ലൈത മിൻഹും ഫിറാറ, നിങ്ങൾ അവരിൽ നിന്ന് ഓടിപ്പോരുമായിരുന്നു. വല മുലൈത മിൻഹും റുഅബ, അവരെ കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുവൻ പേടി നിറയുമായിരുന്നു. ഇവരെ കണ്ടാൽ നിങ്ങൾ പേടിച്ചു പോകുമായിരുന്നു. കാരണം 300 വർഷമൊക്കെ ഒരാളിങ്ങനെ കിടക്കണം കണ്ടാൽ, അവർ കടത്തം ഇതൊക്കെ കണ്ടാൽ, ആ രൂപം അല്ലെങ്കിൽ മുമ്പിൽ ഒരു നായൊക്കെ ഇങ്ങനെ കിടക്കണം കണ്ടാൽ നമുക്കൊരു പേടി തോന്നുമല്ലോ. അപ്പോൾ നബി തങ്ങളോട് അള്ളാഹു പറയാണ്, നിങ്ങളെങ്ങാനും എന്ത് ചെയ്യരുത്, അവരെ പോയി നോക്കുകയാ, അവരെ പോയിട്ട് നിങ്ങളെങ്ങാനും എന്ത് ചെയ്യുക, തലയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ചു മണ്ടും. അത്രയും എന്ത് ചെയ്യുന്നത് ഭയാനകമായിരുന്നു അവരുടെ ആ ഒരു രംഗം, അങ്ങനെയായിരുന്നു. വകദാലിക ബഅസ്നാഹും, അള്ളാഹു പറയാണ്, വകദാലിക ബഅസ്നാഹും, ഇതേപോലെയാണ് ജനങ്ങളെ നാം പുനർജീവിപ്പിക്കുന്നത്. കാരണം എന്ത് ചെയ്തു, ഈ 7 ആൾക്കാരെ അള്ളാഹു എന്ത് ചെയ്തു, അവിടെ കിടത്തി 300 വർഷത്തോളം ഉറക്കി, എന്നിട്ട് വീണ്ടും അവരെന്ത് ചെയ്യും, ഉണർത്തി. അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇങ്ങനെ എന്ത് ചെയ്യുക, മരിപ്പിക്കുന്ന ആളുകളെയൊക്കെ വീണ്ടും പുനർജീവിപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണത്. കദാലിക്ക, ഇങ്ങനെ ഈ 7 ആളുകളെ എന്ത് ചെയ്തു, അള്ളാഹു ഉറക്കിയതുപോലെ, കുറച്ച് കഴിഞ്ഞ് 300 വർഷങ്ങൾക്ക് ശേഷം അവരെ വീണ്ടും ഉണർത്തിയതുപോലെ ബഅസ്നാഹും, നിങ്ങളെയും നാം നിങ്ങളെല്ലാവരെയും നാം പുനർജീവിപ്പിക്കുന്നതാണ്. ലിയതസാഅലു ബൈനഹും, ബൈനഹും
അപ്പോൾ കദാലിക്ക ബഅസ്നാഹും, അപ്പോൾ ഇങ്ങനെ അള്ളാഹു 300 വർഷം ഇവർ ഉറക്കിയ പോലെ തന്നെ ബഅസ്നാഹും അവരെ അള്ളാഹു ഉണർത്തുകയും ചെയ്തു. യത്സാഅലു ബൈനഹും, അവർ പരസ്പരം ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി, അന്വേഷിക്കാൻ വേണ്ടി. എന്താണ് എന്ത് ചെയ്ത് അന്വേഷിച്ചത്? ഖാല ഖായിലും മിൻഹും, അതിൽ നിന്ന് ഒരാൾ ചോദിക്കും കം ലബിസ്തും, എത്ര നിങ്ങൾ ഉറങ്ങിയത്? ഖാലു, അതിലിപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അതോ അര ദിവസമോ, അങ്ങനെയൊക്കെയാണ്. കാരണം ഓല് ഉറങ്ങിയ സമയം എന്തായിരുന്നു? സുബൈൻ്റെ സമയത്താണ് ഉറങ്ങിയത്. അങ്ങനെ 300 വർഷം കഴിഞ്ഞവർ എണീക്കുന്ന സമയത്ത് എന്തായിരുന്നു? സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ്. അപ്പോൾ കുറേ ആൾക്കാർ വിചാരിച്ചെന്താ, നമ്മൾ ഉറങ്ങിയ അന്നത്തെ ആ ഒരു എന്തിനത് സൂര്യ അസ്തമയമാണ് ഇത്, അതുകൊണ്ട് ഒരു ദിവസം മുഴുവനായിട്ടില്ല, 12 മണിക്കൂറായിട്ടുള്ളൂ, 24 മണിക്കൂറൊന്നും ആയിട്ടില്ല. നമ്മൾ രാവിലെ ഉറങ്ങിയത് ഇന്ന് വൈകുന്നേരമായതിനും നീച്ചു, ഒരു ദിവസം പരിപൂർണമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ എന്നെന്ത് ചെയ്തു? കുറേ ആൾക്കാർ വിചാരിച്ചു. ഖാലു, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? റബ്ബുക്കും അയല ബിമാ ലബിസ്തും, എത്രയും പറയില്ല, അള്ളാഹുവിനെ അറിയാം, നിങ്ങളുടെ രക്ഷിതാവിനെ അറിയാം നിങ്ങൾ എത്ര ഉറങ്ങിയത്. ഫബഅസു അഹദക്കും, അങ്ങനെ എന്ത് ചെയ്തു? അവർ 300 വർഷം കഴിഞ്ഞ് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഫബഅസു അഹദക്കും, നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറഞ്ഞേക്കും. വരിത്തിക്കും ഹാദിഹി, ഈ ഒരു എന്ത് ചെയ്യുന്നത് വെള്ളി നാണയം ഉണ്ടായിരുന്നു കയ്യിൽ, അത് എന്ത് ചെയ്യുന്നത് ഇവിടേക്ക് അങ്ങാടിയിലേക്ക് പറഞ്ഞേക്കും ആരെങ്കിലും ഒരാളെ. വരിത്തിക്കും ഹാദിഹി, ഈ ഒരു വെള്ളി നാണയം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കും മദീന, ഇവിടേക്ക് ആ പട്ടണത്തിലേക്ക്. ആ പട്ടണത്തിൻ്റെ പേര് തൊറസൂസ് എന്നായിരുന്നു. ആ പട്ടണത്തിൻ്റെ പേര് തൊറസൂസ്. തൊറസൂസ് എന്ന പട്ടണത്തിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞേക്കൂ. ഫൽ യൻദുർ അയ്യുഹ അസ്കാ തുആമ, മാത്രമല്ല എന്നിട്ട് എന്ത് ചെയ്യാം, പോയി നോക്കട്ടെ ഈ പട്ടണത്തിൽ നല്ല എന്ത് ചെയ്യാം അസ്കയായ നല്ല ഹലാലായ തൊയ്യബായ ഭക്ഷണം എഴുതുന്ന കിട്ടുക എന്നുള്ളത് ആരെങ്കിലും പോയി എന്ന് അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഫലിഅ്തിക്കും ബിറിസ്ഖിൻ മിൻഹു, എന്നിട്ട് എന്ത് ചെയ്യുന്നത് അതിൽ നിന്ന് നല്ല ഭക്ഷണം കൊണ്ടുവരൂ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊണ്ടുവരും. ആരെങ്കിലും ഒരാൾ പോയി പട്ടണത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരും. ഫലിഅ്തിക്കും ബിറിസ്ഖിൻ മിൻഹു, അതിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരും. വൽ യതലത്തഫ് വലാ യുശ്ഇറന്ന ബിക്കും അഹദ, ഇവർ പറയണേ വലിയ യതലത്തഫ്, മറഞ്ഞിങ്ങനെ പോവുക. ആരും പോവുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മുണ്ട് തലയിൽ മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ആരും കാണാതെ എന്ത് ചെയ്യുന്നത് ഒന്ന് പോവുക. രാത്രിയൊക്കെ പോയാൽ ആരും വെളിച്ചില്ലാത്ത വഴി കൂടെ ഒക്കെ പോവുക. എന്തിനാ? വലാ യുശ്ഇറന്ന ബിക്കും അഹദ, നിങ്ങൾ ആരും കാണാതിരിക്കട്ടെ, കാരണം വേറെ ആരും കാണാത്ത രീതിയിൽ എന്ത് ചെയ്യാം, മെല്ലെ പോയിക്കോ, ആരും കാണണ്ട. കാരണം ഇവരെന്ത് ചെയ്ത് ഈ ദഖ്യാനൂസ് എന്ന രാജാവിൽ നിന്ന് കാഫിര്യങ്ങളായ ആളുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതാണ് ഇവർ ഈ ഗുഹയിൽ. ഇവർ വിചാരിക്കുന്നത് എന്താണ്? രാവിലെ എന്ത് ചെയ്യും, നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് വൈകുന്നേരം അയക്കണേ, ഇനിയിപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടാലും എന്ത് ചെയ്യും, പിടിച്ചോണ്ടോ. ഇവരെ മനസ്സിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ നമ്മൾ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ രാജാവിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് നമുക്കാണെങ്കിൽ വിശക്കണമുണ്ട്, ഇവിടെ ഈ ടൗണിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരും വേണം. അപ്പോൾ ആരെങ്കിലും പോയി കൊണ്ടുവരും, പക്ഷെ പോകുമ്പോൾ മറഞ്ഞിട്ട് ഇങ്ങനെ പോയാൽ മതി, വേറെ ആരും കാണാതെ ഇങ്ങനെ വരികയും. ഇന്നഹും ഈ യദ്ഹറു അലൈക്കും, ഇവർ പറയണേ ഈ എന്ത് ചെയ്യാൻ ദഖ്യാനൂസ് രാജാവിൻ്റെ ആളുകളുണ്ടല്ലോ, അവരെങ്ങാനും നിങ്ങളെ കണ്ടാൽ ഇർജുമുക്കും, നിങ്ങൾ എറിഞ്ഞുകൊല്ലും. അല്ലെങ്കിൽ അവർ യുഈദുക്കും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അവരുടെ ടീമിലേക്ക് തന്നെ, അവരുടെ സമൂഹത്തിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും, പിടിച്ചു കൊണ്ടുപോകും, എന്നാൽ അവരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും. വലൻ തുഫ്ലിഹു ഇദൻ അബദ, അങ്ങനെ അവരെ ടീമിലേക്ക് തന്നെ തിരിച്ചു പോയാൽ പിന്നെ ഒരിക്കലും വിജയം ഉണ്ടാവുകയില്ല. കാരണം ഈ ദഖ്യാനൂസ് രാജാവിൻ്റെ സമൂഹത്തിലേക്ക് കൊണ്ടുപോയാൽ പിന്നെ നമ്മളും കാഫിര്യങ്ങളാവേണ്ടി വരും. അതുകൊണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണല്ലോ. അതുകൊണ്ട് ഇനിയും അവർ നമ്മളെ കണ്ടാൽ ഒന്നുകിൽ നമ്മൾ എറിഞ്ഞുകൊല്ലുകയോ അല്ലെങ്കിൽ അവരിലേക്ക് തന്നെ പിടിച്ചു കൊണ്ടുപോവുകയോ ചെയ്യും എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഒരു കഥ. ഇതിന് ബാക്കി പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, ഏതായാലും ബാക്കി പിന്നീട് എടുക്കാം. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.